IS സ്പെസിഫിക്കേഷൻ റിഗാർഡിംഗ് കോളത്തിൽ നെക്സ്റ്റ് വൺ ട്രാൻസ്വേഴ്സ് ഓർ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അതായത് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമീറ്ററിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സ്പേസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ക്ലോസ് 26.5.3.2 സിയിൽ രണ്ടാമത്തതാണ് ഡയമീറ്റർ. ഓക്കെ, അതായത് ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ എങ്ങനെയായിരിക്കണം, എത്രയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ക്രൈറ്റീരിയ ആണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ദ ഡയമീറ്റർ ഓഫ് ദ പോളിഗണൽ ലിങ്ക്സ് ഓർ ലാറ്ററൽ ടൈസ് shall be not less than 1/4 of the diameter of the largest longitudinal bar and in no case less than 6 mm. ഓക്കെ, അതായത് നമ്മൾ ഇപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാറിൻ്റെ ഡയമീറ്ററിൻ്റെ, അതായത് ലാർജസ്റ്റ് ബാറിൻ്റെ, ഓക്കെ, ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിൻ്റെ 1/4 വാല്യൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ 16 mm ബാറും 20 mm ബാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ 20ൻ്റെ 1/4 അല്ലെങ്കിൽ ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിൻ്റെ 1/4 വാല്യൂവിനേക്കാളും ഒരിക്കലും നമ്മൾ ലാറ്ററൽ ടൈസിന് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ഡയ കുറയാൻ പാടില്ല. ഓക്കെ, അപ്പം 1/4 ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിൻ്റെ ഡയമീറ്ററിനേക്കാളും കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ അതിൽ കുറയാതെ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഒന്നതാണ്. രണ്ടാമത്തത്, ഒരു കാരണവശാൽ 6 mm കുറയാൻ പാടില്ല. ഓക്കെ, കോഡിൽ 16 mm എന്നാണ് എഴുതിയിട്ടുള്ളത്, അത് മിസ്റ്റേക്കാണ്. 6 mm ലാറ്ററൽ ടൈസിൻ്റെ അല്ലെങ്കിൽ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയമീറ്റർ സെലക്ട് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിൻ്റെ 1/4 വാല്യൂവിനേക്കാളും കുറയാൻ പാടില്ല. രണ്ടാമത്തെ 6 mm. അപ്പോൾ ഇതിലേതാണോ വലുത് ആ വലിയ വാല്യൂവിനേക്കാളും ഒരിക്കലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡയമീറ്റർ കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കേസാണെങ്കിൽ 20/4 ചെയ്യുമ്പോൾ 5 ആണ് കിട്ടുന്നത്. 5 mm ഡയമീറ്റർ കുറയാൻ പാടില്ല എന്നുള്ളൊരു കേസ് കിട്ടും. രണ്ടാമത്തെ 6 mm. അപ്പോൾ അതിൽ വലുതേതാണ്? 6 mm വലുത്. അപ്പോൾ 6 mm കുറഞ്ഞിട്ടുള്ള ഡയമീറ്റർ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പം 32 mm ബാറാണ് ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അപ്പോൾ 32/4 ചെയ്യുമ്പോൾ 8 mm ആണ് വരിക, അല്ലേ? രണ്ടാമത്തെ കണ്ടീഷൻ 6 mm ആണ്. അപ്പോൾ അതിൽ ഏറ്റവും വലുത് ഏതാ? 8 mm വലുത്. അപ്പോൾ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പം, അതായത് ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ 8 mm കുറയാതെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, പിച്ച് ആൻഡ് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ്. പിച്ച് എന്ന് പറയുന്നത് സ്പേസിംഗ് ആണ്. ഓക്കെ, അപ്പോൾ സ്പേസിംഗ് ഈ പറഞ്ഞിരിക്കുന്ന 3 വാല്യൂസിൽ, ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന 3 വാല്യൂസിൻ്റെ ചെറിയ വാല്യൂവിനേക്കാളും ഒരിക്കലും സ്പേസിംഗ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ദ പിച്ച് ഓഫ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി നോട്ട് മോർ ദാൻ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഡിസ്റ്റൻസസ്. ഈ പറഞ്ഞിരിക്കുന്ന 3 വാല്യൂസിൽ, ഓക്കെ, ഈ താഴെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 3 കേസിൽ ഏറ്റവും ചെറുത് ഏതാണോ അതിനേക്കാളും കൂടുതൽ സ്പേസിംഗ് ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, ദ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഓഫ് ദ കംപ്രഷൻ മെമ്പർ. ഓക്കെ, ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ഇപ്പം ബിയും ഡിയും ഉണ്ടെങ്കിൽ അതിൽ ബി ആണ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എങ്കിൽ ആ ബിയിനേക്കാളും കൂടാൻ പാടില്ല ഒരിക്കലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലാറ്ററൽ ടൈസിൻ്റെ സ്പേസിംഗ്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ, 16 times ദ സ്മോളസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ ടു ബി ടൈറ്റ്. അപ്പം റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ, അതായത് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനലി പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ബാസിൻ്റെ 16 times എത്രയാണോ വരുന്നത്, ഇപ്പോൾ 20 mm ബാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 16 × 20, ഓക്കെ, അതായത് 320 mm. ഓക്കെ, അതിനേക്കാളും കൂടാൻ പാടില്ല. അല്ലെങ്കിൽ ഏത് ഡയമീറ്റർ ആണോ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ 2 ഡയമീറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ഡയമീറ്റർ, ഓക്കെ, 16 times ദ സ്മോളസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ ടു ബി ടൈറ്റ്. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിൽ ഏതാണോ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിൽ ചെറിയ ഡയമീറ്റർ കൊടുത്തിട്ടുള്ളത്, ആ ചെറിയ ഡയമീറ്ററിൻ്റെ 16 times എത്രയാണോ വാല്യൂ വരുന്നത് അതിനേക്കാളും സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഒരു കാരണവശാലും 300 mm കൂടാൻ പാടില്ല. അപ്പോൾ ഈ 3 കേസ്, ഒന്ന് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ഒന്ന് 16 times സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ ഇൻറ്റു 16, ഓക്കെ, 16 ഇൻറ്റു സ്മോളസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ, മൂന്നാമത്തെ 300. ഈ 3 വാല്യൂസിൽ ഏതാണോ ചെറുത് ആ വാല്യൂവിനേക്കാളും ഒരു കാരണവശാലും സ്പേസിംഗ് കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ലാറ്ററൽ ടൈസിൻ്റെ സ്പേസിംഗ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ,
നെക്സ്റ്റ് വൺ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള സ്പേസിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഡയമീറ്ററുമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിൽ പിച്ച്, അതായത് സ്പേസിങ്. Okay, helical reinforcement shall be of regular formation with the turns of the helix spaced evenly, and its ends shall be anchored properly by providing 1.5 extra turns of the spiral bar. അപ്പം ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും അവിടെ എത്രയാണോ ആവശ്യമുള്ള ടേൺസ്, നമ്പർ ഓഫ് ടേൺസ്, അതിനേക്കാളും ഒരു 1.5 ടേൺസ് നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അത് ആങ്കറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം 1.5 എക്സ്ട്രാ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, where an increased load on the column on strength of the helical reinforcement is allowed for, the pitch of helical turns shall be not more than. അപ്പം ഇൻക്രീസ് ലോഡ് കൺസിഡർ ചെയ്യുക എന്ന് പറയുമ്പം നമ്മൾ നോർമലി ഇപ്പം ലാറ്ററൽ ടൈസ്, ഓക്കെ, ഹെലിക്കൽ അല്ലാതെയുള്ള ടൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇപ്പം കോളത്തിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോഡ് PU ആണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 1.05 ടൈംസ് നമുക്ക് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് എക്സ്ട്രാ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ നോർമലി ഉള്ള റീഇൻഫോഴ്സ്മെൻറ്റിനേക്കാളും എക്സ്ട്രാ ഒരു 1.5 ടൈംസ് സ്ട്രെങ്ത്ത് ഈ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോളത്തിന് ഉണ്ടാവും. ഓക്കെ, അത് കോഡ് പറയുന്നുണ്ട്, അതിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് കേസ് പഠിക്കുമ്പോൾ വരും. അപ്പോൾ 1.05 ടൈംസ് സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കേസ്. ഓക്കെ, അപ്പോൾ ആ സ്ട്രെങ്ത്ത് നമ്മൾ അഡീഷണലി ഉള്ള സ്ട്രെങ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ട പിച്ചിൻ്റെ കേസാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന വാല്യൂസിനേക്കാളും പിച്ച് കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പം പറയാൻ പോകുന്നത്. ദ പിച്ച് ഓഫ് ഹെലിക്കൽ ടേൺസ് ഷാൽ ബി നോട്ട് മോർ ദാൻ, ഒന്ന് 75 mm സ്പേസിങ് കൂടാൻ പാടില്ല. രണ്ടാമത്തത് നോർ മോർ ദാൻ 1/6 ഓഫ് ദ കോർ ഡയമീറ്റർ ഓഫ് ദ കോളം. ഓക്കെ, കോളത്തിൻ്റെ കോർ ഡയമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ പഠിക്കുമ്പോൾ കോർ ഡയമീറ്ററൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ കോർ ഡയമീറ്ററിൻ്റെ 1/6, ആ കോളത്തിൻ്റെ കോർ ഡയമീറ്ററിൻ്റെ 1/6 കൂടാൻ പാടില്ല. അപ്പോൾ ഒന്ന് 75 mm ആണ്, ഒന്ന് 1/6 ഓഫ് ദ കോർ ഡയമീറ്റർ ഓഫ് ദ കോളം. അപ്പോൾ ഇതിലേതാണോ ചെറിയ വാല്യൂ, ആ വാല്യൂവിനേക്കാളും ഒരിക്കലും സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്പൈറലി കൊടുക്കുമ്പോൾ. ഓക്കെ, പിച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ റൗണ്ടായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് അതിൻ്റെ നേരെയുള്ള അടുത്ത ടേൺ, അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് പിച്ച് എന്ന് പറയുന്നത് ഹെലിക്കലിൻ്റെ കേസിൽ. ഇപ്പം കുറേ ടേൺസ് ഉണ്ടാവും. ഒരു സ്പ്രിങ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കുറേ വൈൻഡിങ്സ് ഉണ്ടാവും. അപ്പോൾ അതിലുള്ള ആ ഒരു പോയിന്റിൽ നമ്മൾ ടേൺ എടുത്തു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ മേലെ തന്നെ, ഓക്കെ, നേരെ അതിൻ്റെ മേലെ വരുന്ന ആ ടേണിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസ് ഫസ്റ്റ് ക്ലാസ്സിലുള്ള ഫിഗർ കാണിച്ച സമയത്ത് അതിൽ പിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് പിച്ച് വരുന്നത്. ഇനി രണ്ടാമത്തത് നോർ ലെസ് ദാൻ 25 mm. അപ്പം പിച്ച് കുറയാൻ പാടില്ല, ഒരു പർട്ടിക്കുലർ വാല്യൂസിനേക്കാളും പിച്ച് കുറയാൻ പാടില്ല. അപ്പോൾ അതാണ് പറയുന്നത് നോർ ലെസ് ദാൻ 25 mm. 25 mm പിച്ച് കുറയാൻ പാടില്ല. നോർ ലെസ് ദാൻ 3 times ദ ഡയമീറ്റർ ഓഫ് ദ സ്റ്റീൽ ബാർ ഫോമിങ് ദ ഹെലിക്സ്. അതായത് നമ്മൾ ടൈസ് ആയിട്ട്, അതായത് ഹെലിക്സ് ആയിട്ട് അല്ലെങ്കിൽ സ്പൈറൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആ സ്റ്റീൽ ബാറിൻ്റെ ഡയമീറ്ററിൻ്റെ 3 times. ഓക്കെ, 3 timesനേക്കാളും കുറയാൻ പാടില്ല. ഒന്ന് 25 mm, ഒന്ന് 3 times ദ ഡയമീറ്റർ ഓഫ് ദ സ്റ്റീൽ ബാർ ഫോമിങ് ദ ഹെലിക്സ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതായി ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയ എന്നുള്ളത് 8 mm ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ 8 mm ഇൻറ്റു 3 24 mm. അപ്പോൾ 24 mm സ്പേസിങ് കുറയാൻ പാടില്ല. രണ്ടാമത്തത് 25 mm ഒരു കാരണവശാലും കുറയാൻ പാടില്ല. അപ്പോൾ ഇതിലേതാണോ വലിയ വാല്യൂ ആ വാല്യൂവിനേക്കാളും സ്പേസിങ് കുറയാൻ പാടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ മിനിമം സ്പേസിങ്ങിൻ്റെ കേസിലും 2 കാര്യങ്ങൾ പറയുന്നുണ്ട്, മാക്സിമം സ്പേസിങ്ങിൻ്റെ കേസിലും 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം സ്പേസിങ്ങിൻ്റെ കേസിൽ 75 mm 1/6 ഓഫ് കോർ ഡയമീറ്റർ ഓഫ് ദ കോളവും. ഓക്കെ, ഇതിലേതാണോ വലിയ വാല്യൂ ആ വാല്യൂവിനേക്കാൾ ഈ 2 വാല്യൂസിൽ ഏതാണോ ചെറിയ വാല്യൂ അതിനേക്കാളും സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് മിനിമം സ്പേസിങ്ങിൻ്റെ കേസാണ്. ഒന്ന് 25 mm, ഒന്ന് 3 times ദ ഡയമീറ്റർ ഓഫ് ദ സ്റ്റീൽ ബാർ ഫോമിങ് ദ ഹെലിക്സ്. ഈ 2 വാല്യൂസിൽ ഏതാണോ വലിയ വാല്യൂ അതിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, സ്പേസിങ് കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇൻ അതർ കേസസ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് 26.5.3.2 ഷാൽ ബി കംപ്ലൈഡ് വിത്ത്.
ഓക്കെ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ നോർമലി ഉള്ള ജനറൽ ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിൽ എന്തൊക്കെയാണോ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തത് ഡയമീറ്റർ, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാറിൻ്റെ ഡയമീറ്ററിൻ്റെ കേസാണ്. ദ ഡയമീറ്റർ ഓഫ് ദ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി ഇൻ അക്കോർഡൻസ് വിത്ത് 26.5.3.2 C2. അതായത് നമ്മൾ മുന്നേ ലാറ്ററൽ ടൈസ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസ് നോർമലി ഉള്ള, ഇപ്പോൾ ഹെലിക്കൽ അല്ലാതെ നോർമലി പ്രൊവൈഡ് ചെയ്യുന്ന ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസ് എന്താണോ പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഡയമീറ്റർ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിലും സെലക്ട് ചെയ്യാം. അതായത് എന്തൊക്കെയായിരുന്നു? ഒന്ന് 1/4 ഓഫ് ദ ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ ബാർ, ഒന്ന് 6 mm. ഈ രണ്ട് വാല്യൂസിൽ ഏതാണോ വലിയ വാല്യൂ അതിനേക്കാളും ഒരു കാരണവശാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയ കുറയാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ. മിനിമം 6 mm ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 1/4 ഓഫ് ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂണൽ ബാർ. ഇതിലേതാണോ വലിയ വാല്യൂ അതിനേക്കാളും കുറയാത്ത ഒരു ഡയമീറ്റർ നമ്മൾ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നോർമൽ കേസിലാണെങ്കിൽ ആ ലാറ്ററൽ ടൈസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ രണ്ടിനും സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ്, കംപ്രഷൻ. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ കംപ്രഷൻ. ഓക്കെ, ക്ലോസ് 39 അതിനെക്കുറിച്ച് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് അസംഷൻസ് നോക്കാം. ഓക്കെ, 39.1 അസംഷൻസ് പറയുന്നുണ്ട്. അസംഷൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഇൻ അഡീഷൻ ടു ദ അസംഷൻസ് ഗിവൺ ഇൻ 38.1A to 38.1E ഫോർ ഫ്ലെക്ചർ ദ ഫോളോയിങ് ഷാൽ ബി അസ്യൂംഡ്. അപ്പം ഫ്ലെക്ചറിൻ്റെ കേസിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ഫ്ലെക്ചർ അല്ലെങ്കിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ബെൻഡിങ് പറയുന്നുണ്ടായിരുന്നല്ലോ. നമ്മൾ അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ അതിൻ്റെ അസംഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അസംഷനിൽ പറയുന്ന ആദ്യത്തെ 5 പോയിൻറ്റ്, അതായത് 38.1 A മുതൽ E വരെയുള്ള പോയിൻറ്റ്സും ഇതിൽ വരുന്നുണ്ട്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് കംപ്രഷനിൽ വരുന്നുണ്ട്. ഓക്കെ, അതായത് ഫ്ലെക്ചറിൻ്റെ കേസിലുള്ള സെയിം അസംഷൻസ് തന്നെയാണ് കംപ്രഷൻ്റെ കേസിലും വരുന്നത്. ഓക്കെ, ആദ്യത്തെ 5 പോയിൻറ്റ്സ് ഇൻ അഡീഷൻ ടു അസംഷൻ ഗിവൺ ഇൻ 38.1A to E. അപ്പോൾ A മുതൽ E വരെ 38.1 A മുതൽ E വരെ പറയുന്ന അസംഷൻസ്, ഫ്ലെക്ചറിൻ്റെ കേസിൽ പറയുന്ന അസംഷൻസ് എല്ലാം ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ കംപ്രഷനിലും ആപ്ലിക്കബിൾ ആണ്. സെയിം അസംഷൻസ് തന്നെയാണ് അവിടെയും വരുന്നത്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് 2 അസംഷനും കൂടി വരുന്നുണ്ട്. ഓക്കെ, ആ 2 അഡീഷണലി വരുന്ന അസംഷൻസ് ഇവിടെ കോഡിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ കംപ്രഷൻ്റെ അസംഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ഫ്ലെക്ചർ അല്ലെങ്കിൽ ബെൻഡിങ്ങിൻ്റെ ആദ്യത്തെ 5 അസംഷൻസ് എഴുതുക. അതിനുശേഷം ഇത് 2 കൂടി അഡീഷണലി വരുന്ന അസംഷൻസും കൂടി അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 38.A മുതൽ ഈ വരെയുള്ളത് ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അഡീഷണലി വരുന്ന 2 അസംഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. The maximum compressive strain in concrete in axial compression is taken as 0.002. അതായത് ആക്സിലി കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ കോൺക്രീറ്റ് സെക്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.002 ആണ്. ഓക്കെ, അതാണ് ഒരു അസംഷൻ. സെക്കൻഡ് വൺ, ദ മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ അറ്റ് ദ highly compressed extreme fiber in concrete subjected to axial compression and bending, and when there is no tension on the section shall be 0.0035 minus 0.75 times the strain at the least compressed extreme fiber. ഇവിടെ പറയുന്നത് ഒരു കോൺക്രീറ്റ് സെക്ഷനിൽ ആക്സിലി കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കംപ്രസീവ് ഫോഴ്സിൻ്റെ ഒപ്പം ബെൻഡിങ് വരുന്നുണ്ട്, എന്നാൽ അവിടെ ടെൻഷൻ ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, അതായത് ആക്സിലി ഒരു കോൺക്രീറ്റ് സെക്ഷൻ്റെ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്സിലി കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതിനൊപ്പം തന്നെ ബെൻഡിങ്ങും വരുന്നുണ്ട്. ഓക്കെ, ബെൻഡിങ്ങും വരുന്നുണ്ട്, എന്നാൽ അവിടെ ടെൻസൈൽ ഫോഴ്സ് ഇല്ലാത്ത സിറ്റുവേഷൻ. അങ്ങനെ വരുമ്പം ആ കംപ്രസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രീം ഫൈബറിൽ, ഓക്കെ, എക്സ്ട്രീം കംപ്രഷൻ സോണിൽ അല്ലെങ്കിൽ എക്സ്ട്രീം കംപ്രഷൻ ഫൈബറിൽ, അതായത് കംപ്രസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രീം ഫൈബറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത്, ഓക്കെ, എന്താണെന്നുള്ളതാണ് പറയുന്നത്. മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ അവിടെ ബെൻഡിങ്ങും അതുപോലെ ആക്സിയൽ കംപ്രഷൻ്റെ ഒപ്പം ബെൻഡിങ്ങും അതുപോലെ തന്നെ ടെൻഷൻ ഇല്ലാത്ത അവസ്ഥയിൽ എക്സ്ട്രീം കംപ്രഷൻ ഫൈബറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.0035 മൈനസ് 0.75 times the strain at the least compressed extreme fiber. 0.0035 എന്ന് മൈനസ് ചെയ്യേണ്ടത് എന്താണ്? 0.75 times the strain at the least compressed extreme fiber. ഓക്കെ, അപ്പം ലീസ്റ്റായിട്ട് കംപ്രസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രീം ഫൈബർ എവിടെയാണോ
ഓക്കെ, ആ കമ്പഷൻ ഫൈബറിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ലീസ്റ്റ് എക്സ്ട്രീംഡ് കമ്പഷൻ ഫൈബറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനിൻ്റെ 0.75 ടൈംസ് 0.0035 എന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, എന്നാലാണ് നമുക്ക് ആക്സിൽ കംപ്രഷനും ബെൻഡിങ്ങും അതുപോലെ തന്നെ ടെൻഷൻ വരാതിരിക്കുന്നതുമായിട്ടുള്ള സാഹചര്യത്തിൽ എക്സ്ട്രീംഡ് കംപ്രഷൻ ഫൈബറിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനിൻ്റെ വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പം ആ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.0035, ഓക്കെ, മൈനസ് ലീസ്റ്റ് കംപ്രസ്ഡ് എക്സ്ട്രീം ഫൈബറിലെ സ്ട്രെയിൻ. ഓക്കെ, 0.75 ടൈംസ് ദ ലീസ്റ്റ് കംപ്രസ്ഡ് എക്സ്ട്രീം ഫൈബറിലെ സ്ട്രെയിൻ. ഓക്കെ, 0.0035 മൈനസ് 0.75 ടൈംസ് ലീസ്റ്റ് കംപ്രസ്ഡ് എക്സ്ട്രീം ഫൈബറിലെ സ്ട്രെയിൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ അറ്റ് ദ ഹൈലി കംപ്രസ്ഡ് എക്സ്ട്രീം ഫൈബർ ഇൻ കോൺക്രീറ്റ് സബ്ജക്റ്റഡ് ടു ആക്സിൽ കംപ്രഷൻ ആൻഡ് ബെൻഡിങ്. അവിടെ ടെൻഷൻ ഇല്ലാതിരിക്കുമ്പോൾ. ഓക്കെ, ബെൻഡിങ് മാത്രം വരുമ്പോൾ ഔട്ടർ മോസ്റ്റ് കംപ്രഷൻ ഫൈബറിലെ മാക്സിമം സ്ട്രെയിൻ കോൺക്രീറ്റിലെ 0.0035 ആണെന്നുള്ളത് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ഫ്ലക്ചർ അല്ലെങ്കിൽ ബെൻഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ 0.0035ൻ്റെ കൂടെ ലീസ്റ്റ് കംപ്രസ്ഡ് എക്സ്ട്രീം ഫൈബറിലെ സ്ട്രെയിൻ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അത് ഡയറക്റ്റ് മൈനസ് ചെയ്യല്ല, 0.75 ടൈംസ് ദാറ്റ് പർട്ടിക്കുലർ സ്ട്രെയിൻ മൈനസ് ചെയ്യണം അല്ലേ. 0.0035 മൈനസ് 0.75 ടൈംസ് ദ സ്ട്രെയിൻ അറ്റ് ദ ലീസ്റ്റ് കംപ്രസ്ഡ് എക്സ്ട്രീം ഫൈബർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അസംഷൻസ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ കംപ്രഷന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പം ഇതിൽ ആദ്യത്തെ 5 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ ഫ്ലക്ചർ അല്ലെങ്കിൽ ബെൻഡിങ്ങിൽ വരുന്നതാണ്. അഡീഷണലി വരുന്ന 2 പോയിൻറ്റ്സ് ആണ് ഇവിടെ ഈ ഒരു സെക്ഷനിൽ 39.9 എന്ന് പറയുന്ന സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 39.2 minimum eccentricity. All members in compressions shall be designed for the minimum eccentricity in accordance with 25.4. ഓക്കെ, എല്ലാ കംപ്രഷൻ മെമ്പേഴ്സും ഡിസൈൻ ചെയ്യുമ്പോൾ മിനിമം എക്സെൻട്രിസിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് പെർഫെക്റ്റ്ലി ആക്സിയൽ ആയിട്ടുള്ള ഒരു കംപ്രഷൻ മെമ്പറും ഇല്ല. ഓക്കെ, എപ്പോഴും നമ്മൾ കംപ്രഷൻ മെമ്പർ ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ആക്സിലി ലോഡഡ് ആണെങ്കിൽ കൂടി മിനിമം എക്സെൻട്രിസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, വേർ കാൽക്കുലേറ്റഡ് എക്സെൻട്രിസിറ്റി ഈസ് ലാർജർ ദ മിനിമം എക്സെൻട്രിസിറ്റീസ് ഷുഡ് ബി ഇഗ്നോർഡ്. ഇപ്പം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എക്സെൻട്രിസിറ്റി, അതായത് ഒറിജിനൽ എക്സെൻട്രിസിറ്റി, ആ ഒരു കംപ്രസ്ഡ് മെമ്പർ അല്ലെങ്കിൽ കംപ്രഷൻ മെമ്പറിൽ വരുന്ന ഒറിജിനൽ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് മിനിമം എക്സെൻട്രിസിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ, ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മിനിമം എക്സെൻട്രിസിറ്റി അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഒറിജിനൽ എക്സെൻട്രിസിറ്റി വെച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മിനിമം എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാലോ, 25.4 പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. L/500 പ്ലസ് ലാറ്റർ ഡയമെൻഷൻ /30 എന്നുള്ളതാണ്. ഓക്കെ, അത് 20നേക്കാളും കുറവാണെങ്കിൽ മിനിമം നമ്മൾ 20 mm എന്നുള്ള രീതിയിൽ എക്സെൻട്രിസിറ്റി എടുക്കും. ഓക്കെ, നെക്സ്റ്റ് 39.3 ഷോർട്ട് ആക്സിലി ലോഡഡ് മെമ്പേഴ്സ് ഇൻ കംപ്രഷൻ. The members shall be designed by considering the assumptions given in 39.1 and the minimum eccentricity. അപ്പം നമ്മൾ ഷോർട്ട് കോളംസ് അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ആക്സിലി ലോഡഡ് മെമ്പേഴ്സ്, ഓക്കെ, ആക്സിലി ലോഡഡ് ആയിട്ടുള്ള കംപ്രഷൻ മെമ്പേഴ്സ് ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് 39.3 ഷോർട്ട് ആക്സിലി ലോഡഡ് മെമ്പേഴ്സ് ഇൻ കംപ്രഷൻ. ഓക്കെ, അപ്പോൾ ഷോർട്ട് കോളം ആയിരിക്കാം. ഓക്കെ, ഷോർട്ട് കോളമാണ് അവിടെ പറയുന്നത്, ഷോർട്ട് ആക്സിലി ലോഡഡ് മെമ്പേഴ്സ് ഇൻ കംപ്രഷൻ. അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 39.1 പറഞ്ഞിരിക്കുന്ന അസംഷനെ ബേസ് ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. ആൻഡ് ദ മിനിമം എക്സെൻട്രിസിറ്റി. ഓക്കെ, അപ്പോൾ മിനിമം എക്സെൻട്രിസിറ്റിയും കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ 39 പറയുന്ന ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് ഇൻ കംപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ വരുന്ന അസംഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. വെൻ ദ മിനിമം എക്സെൻട്രിസിറ്റി ആസ് പെർ 25.4 ഡസ് നോട്ട് എക്സീഡ് 0.05 ടൈംസ് ദ ലാറ്ററൽ ഡയമെൻഷൻ, ദ മെമ്പേഴ്സ് മേ ബി ഡിസൈൻഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. ഓക്കെ, ഇപ്പോൾ മിനിമം എക്സെൻട്രിസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ L/500 പ്ലസ് ലാറ്ററൽ ഡയമെൻഷൻ /30 എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിക്കുന്ന മിനിമം എക്സെൻട്രിസിറ്റി. ഓക്കെ, ആ എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 20 ആണെങ്കിൽ 20 mm ആയിരിക്കും മിനിമം. ഓക്കെ, ഗ്രേറ്റർ ദാൻ 20 ആണെങ്കിൽ ആ വരുന്ന പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും മിനിമം. ആ വാല്യൂ 0.05 ടൈംസ് ലാറ്റർ ഡയമെൻഷൻ. ഓക്കെ, 0.05 ടൈംസ് ലാറ്റർ ഡയമെൻഷനേക്കാളും ഇൻക്രീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ പറയുന്ന ഇക്വേഷൻ പ്രകാരം ഡിസൈൻ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ, അതായത് L/500 പ്ലസ് അവിടെ ലാറ്ററൽ ഡയമെൻഷനായി യൂസ് ചെയ്യുന്ന D ആണെങ്കിൽ,
ഓക്കെ, D ഡിവൈഡ് ബൈ 30 ആണെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് 0.05 ഡീനേക്കാളും കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ അവിടെ ലാറ്ററൽ ഡയമെൻഷൻ ബൈ 30 എന്നുള്ള സ്ഥാനത്ത് ഇപ്പോൾ D ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന എക്സെൻട്രിസിറ്റി 0.05 ഡീനേക്കാളും ഇൻക്രീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ. അതേപോലെ ഇപ്പം നമ്മൾ L/500 പ്ലസ് ലാറ്ററൽ ഡയമെൻഷൻ സ്ഥാനത്ത് B/30 വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 0.05 ബീനേക്കാളും എക്സീഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് ചെക്ക് ചെയ്യുക. വെൻ ദ മിനിമം എക്സെൻട്രിസിറ്റി ആസ് പെർ 25.4 ഡസ് നോട്ട് എക്സീഡ് 0.05 ടൈംസ് ദ ലാറ്ററൽ ഡയമെൻഷൻ, ദ മെമ്പേഴ്സ് മേ ബി ഡിസൈൻഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഈ താഴെ പറയുന്ന ഇക്വേഷൻ പ്രകാരം ഡിസൈൻ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഇക്വേഷൻ ഡയറക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ കോഡിൽ തന്നിട്ടുള്ള ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാമെന്നാണ് പറയുന്നത്. എപ്പം മാത്രം മിനിമം എക്സെൻട്രിസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ലെസ് ദാൻ 0.05 ടൈംസ് 0.05 ടൈംസ് ലാറ്ററൽ ഡയമെൻഷൻ വരുന്ന കേസ്. ഓക്കെ, അതായത് L/500 പ്ലസ് D/30 ആണ് കൊടുക്കുന്നതെങ്കിൽ മിനിമം എക്സെൻട്രിസിറ്റി ഷുഡ് ബി ലെസ് ദാൻ 0.05 D ആയിരിക്കണം. ഇപ്പം B ആണ് ആ ഇക്വേഷനിൽ കൊടുക്കുന്നതെങ്കിൽ എക്സെൻട്രിസിറ്റി ഷുഡ് ബി ലെസ് ദാൻ 0.05 B ആയിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഏതാ ഇക്വേഷൻ എന്നുള്ളത് നോക്കാം. PU ഈക്വൽ ടു 0.4 FCK ഇൻറ്റു AC പ്ലസ് 0.67 FI ASC. ഓക്കെ, ഇതിൽ PU എന്ന് പറയുന്നത് ആക്സിൽ ലോഡ് ഓൺ ദ മെമ്പറാണ്, അതായത് ഡിസൈൻഡ് ആക്സിൽ ലോഡാണ്, ഡിസൈൻ ആക്സിൽ ലോഡാണ്. അതായത് ഇപ്പം ശരിക്കും വരുന്ന ലോഡിനെ 1.5 വെച്ചിട്ട് ചെയ്തിട്ടുള്ള ലോഡാണ് PU എന്ന് പറയുന്നത്. ഓക്കെ, വെറും P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ കോളത്തിലേക്ക് വരുന്ന ലോഡാണ്, ആക്സിൽ ലോഡാണ്. എന്നാൽ PU എന്ന് പറയുന്നത് നമ്മൾ ഫാക്ടർ ചെയ്തിട്ടുള്ള ലോഡാണ്. ഓക്കെ, ആക്സിൽ ലോഡ് ഓൺ ദ മെമ്പർ, ഇത് ഫാക്ടേർഡ് ലോഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 FCK. FCK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ AC എന്ന് പറയുന്നത് A സഫിക്സ് ഏരിയ ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഒരു ക്രോസ് സെക്ഷൻ, കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ കോൺക്രീറ്റിൻ്റെ മാത്രം ഏരിയ എങ്ങനെ എടുക്കാം? ഗ്രോസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കോൺക്രീറ്റ് പോർഷൻ്റെ ഏരിയ അല്ലേ, അതായത് കോൺക്രീറ്റും റീഇൻഫോഴ്സ്മെൻ്റ് എല്ലാം അടങ്ങിയിട്ടുള്ള ഏരിയയാണ് ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഇപ്പം കോളത്തിൻ്റെ ഡയമെൻഷൻ BD ആണെങ്കിൽ B/D ചെയ്തിട്ട് കിട്ടുന്നതാണ് ഗ്രോസ് ഏരിയ. എന്നാൽ ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുമ്പം ആ ഗ്രോസ് ഏരിയൻ്റെ അകത്തുനിന്ന് അല്ലേ, ആ ഗ്രോസ് ഏരിയയിൽ നിന്ന് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ മൈനസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് പോർഷൻ്റെ മാത്രം ഏരിയ, റീഇൻഫോഴ്സ്മെൻറ്റ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പം AG മൈനസ് ASC ആയിരിക്കും ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ. അതായത് കോളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റീൽ ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ ASC ആണെങ്കിൽ AG മൈനസ് ASC ആയിരിക്കും AC എന്ന് പറയുന്നത്. AG എന്ന് പറയുന്നത് ഗ്രോസ് ഏരിയ, A സഫിക്സ് G എന്ന് പറയുന്നത്. അപ്പം ഗ്രോസ് ഏരിയയിൽ നിന്ന് ASC, ഓക്കെ, ആ സ്റ്റീലിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും AC എന്ന് പറയുന്നത്. ഓക്കെ, FY ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ദ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. FY റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്, അതായത് കംപ്രസീവ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്. അതായത് ASC എന്ന് പറയുന്ന ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ് FY എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത FI 415 500 ആ വാല്യൂസാണ്. ASC എന്ന് പറയുന്നത് ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ കോളംസ്. ASC എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ. ഓക്കെ, അതായത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്, കോളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയയാണ് A സഫിക്സ് SC എന്ന് പറയുന്നത്. ഓക്കെ, ഡിസൈൻ ഓഫ് ആക്സിലി ലോഡഡ് ഷോർട്ട് കോളംസ്. സ്റ്റെപ്സ് ഫോർ ഡിസൈൻ ഓഫ് ആക്സിലി ലോഡഡ് ഷോർട്ട് കോളംസ്. അപ്പം കോളം ഡിസൈനിൻ്റെ, അതായത് ഷോർട്ട് കോളം ആക്സിലി ലോഡഡ് കേസ് വരുന്ന സമയത്തുള്ള കോളത്തിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റെപ്പ് 1, അസ്യൂം സ്യൂട്ടബിൾ പെർസെൻറ്റേജ് ഓഫ് ASC 0.8% to 4%. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യുക. ഓക്കെ, അതായത് എത്ര പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ അസ്യൂം ചെയ്യുമ്പോൾ 0.8%, അതായത് ആ ഗ്രോസ് ഏരിയൻ്റെ, ഓക്കെ, കോളത്തിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയൻ്റെ 0.8% മിനിമം വരുന്ന രീതിയിൽ, അതുപോലെ മാക്സിമം 4% വരുന്ന രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അതായത് 0.8 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലായിട്ട്, അതായത് ASC എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം നോർമലി ഒരു 1% ഒക്കെ അസ്യൂം ചെയ്യാം. ഓക്കെ, നോർമലി ഇപ്പം ആക്സിലി ലോഡഡ് ആയിട്ടുള്ള ഷോർട്ട് കോൾ ആണെങ്കിൽ ഒരു 1% ഒക്കെ അസ്യൂം ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് പോരെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ 1% എന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാം. 1% എന്ന് പറയുമ്പോൾ 0.8 കൂടുതലുമാണ്, 4 കുറവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം, ഇഷ്ടമുള്ളത് അസ്യൂം ചെയ്യാം. ഇപ്പോൾ 1.5, 1.1, 1.2, 0.9, ഓക്കെ 2.5 അങ്ങനെ അസ്യൂം ചെയ്യാം. അപ്പോൾ നോർമലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 1% എന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്ത് പ്രോബ്ലം ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു റേഞ്ച് വന്നതെന്ന് അറിയാലോ? മിനിമം കോളത്തിൽ കൊടുക്കേണ്ടതായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിനിമം കോളത്തിൽ ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് ഏരിയൻ്റെ 0.8% ആണ്. അതുപോലെ തന്നെ മാക്സിമം അതിൽ കൂടാൻ പാടില്ല, ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കൂടാൻ പാടില്ല എന്ന് പറയുന്ന 6% ആണ്. എന്നാൽ ലാപ്പിങ്ങിൻ്റെ കേസൊക്കെ വരുന്ന സമയത്ത് അത് 4%ലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 4%ക്കാണ് കൂടാതെയുള്ള ഒരു പെർസെൻറ്റേജ് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, സ്റ്റെപ്പ് 2, ഡിറ്റർമൈൻ AC ഇൻ ടേംസ് ഓഫ് AG. ഓക്കെ, AG എന്ന് പറയുന്ന ഗ്രോസ് ഏരിയ ആണ്. അപ്പോൾ AC എന്ന് പറയുന്ന വാല്യൂ, ഓക്കെ, അതായത് ഏരിയ ഓഫ് കോൺക്രീറ്റ് പോർഷൻ. ഓക്കെ, ഏരിയ ഓഫ് കോൺക്രീറ്റ് പോർഷൻ എന്ന് പറയുമ്പം ഗ്രോസ് ഏരിയൻ്റെ അകത്ത് നിന്ന് ASC വാല്യൂ മൈനസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ AC ഇൻ ടേംസ് ഓഫ് AG എടുക്കുക. അതായത് AC എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? AG മൈനസ് ASC ആയിരിക്കും. ഗ്രോസ് ഏരിയയിൽ നിന്ന് ASC മൈനസ് ചെയ്തിട്ടുള്ള പോർഷൻ ആയിരിക്കും കോൺക്രീറ്റിൻ്റെ ഏരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് കൂടാതെ കോൺക്രീറ്റിൻ്റെ മാത്രം ഏരിയ, അതാണ് AC. അപ്പം ഗ്രോസ് ഏരിയയിൽ നിന്ന് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ AC വാല്യൂ നമുക്ക് കിട്ടും. അപ്പം AC = AG മൈനസ് ASC എന്നുള്ളത് എടുക്കാം. ഓക്കെ, സ്റ്റെപ്പ് 3, കാൽക്കുലേറ്റ് AG. ഇനി ഗ്രോസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഗ്രോസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോഡിലുള്ള ഇക്വേഷൻ PU = 0.4 FCK AC + 0.67 F5 ASC എന്നുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ AG വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം നമുക്കൊന്നും അവൈലബിൾ അല്ല. അതായത് ഇപ്പം നമുക്കൊരു പർട്ടിക്കുലർ ലോഡ് മാത്രം റെസിസ്റ്റ് ചെയ്യാൻ, ഇത് ആക്ച്വലി ലോഡഡ് കോൾ ആയതുകൊണ്ട് ഇത്ര, ഫോർ എക്സാമ്പിൾ ഒരു 1500 kN ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കോളം ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതിൻ്റെ അകത്തുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതായത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം. പിന്നെ അതിന് ചുറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ലാറ്ററൽ ടൈസും നമ്മൾ ഡിസൈൻ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പം ഫസ്റ്റ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കോളത്തിൽ എത്ര പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള അസ്യൂം ചെയ്യാം. അതായത് നോർമലി 1% എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 0.8 മുതൽ 4% വരെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വാല്യൂ, അല്ലെങ്കിൽ 0.8 4 അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് അസ്യൂം ചെയ്യാം. രണ്ടാമത്തത് AC വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. AC വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ AC = AG മൈനസ് ASC എന്നുള്ള ആ ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പം AC = AG മൈനസ് ASC എന്ന് പറയുമ്പം അവിടെ ASC വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1% ഓഫ് AG, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് AG ആണ്. അപ്പം AC = AG മൈനസ് ഒരു പർട്ടിക്കുലർ 1% ആണെങ്കിൽ 1/100 ഇൻറ്റു AG എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ AC = ഒരു പർട്ടിക്കുലർ വാല്യൂ ഇൻറ്റു AG എന്ന് പറഞ്ഞിട്ട് വരും. AC = ഒരു പർട്ടിക്കുലർ വാല്യൂ ഇൻറ്റു AG എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇനി ആ AG കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ AG കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് PU = 0.4 FCK AC + 0.67 F5 ASC എന്നുള്ളതാണ്. അതിൽ നമുക്ക് PU നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ലോഡാണ്, ഡിസൈൻ ലോഡാണ്. ഓക്കെ, ഇപ്പം നോർമൽ ലോഡാണ് തന്നിട്ടുള്ളെങ്കിൽ അതിനെ ഫാക്ടർ ചെയ്തിട്ട് വേണം എടുക്കാൻ, അതായത് 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പം PU എന്ന് പറയുന്ന ലോഡാണ്. അപ്പോൾ PU = 0.4 FCK AC + 0.67 F5 ASC. അപ്പോൾ PU നമുക്ക് അവൈലബിൾ ആണ്, FCK നമുക്ക് അവൈലബിൾ ആണ്. AC എന്ന് പറയുന്നത് നമ്മൾ ASCൻ്റെ ടേംസിൽ, അതായത് AGൻ്റെ ASCൻ്റെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? AC = AG മൈനസ് ASC എന്നുള്ളതാണ്, പ്ലസ് 0.67 F5 ASC. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട AG ആണ്. അപ്പോൾ അൺനോൺ ആയിട്ട് നമുക്കിവിടെ ഉള്ളത് ASC എന്ന് പറയുന്ന ടേം അൺനോൺ ആണ്, AG അൺനോൺ ആണ്. അപ്പോൾ AG ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ AGനെ ടേംസിലേക്ക് ആക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുട്ട് ASC = പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഇൻറ്റു AG. ഓക്കെ, നമുക്ക് മുന്നത്തെ സ്റ്റെപ്പിൽ തന്നെ ഇത് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിൽ വന്നിട്ടും കൺവേർട്ട് ചെയ്യാം. അതായത് ASC എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഇൻറ്റു AG, അതായത് ഫോർ എക്സാമ്പിൾ 1/100 ഇൻറ്റു AG. ഓക്കെ, അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ AG മൈനസ് ASC എന്ന് പറയുന്ന ഫുള്ളായിട്ട് AGൻ്റെ ടേംസിലേക്ക് മാറി. ഓക്കെ, AC എന്നുള്ളത് ഫുള്ളായിട്ട് AGൻ്റെ ടേംസിലേക്ക് മാറി. അതുപോലെ തന്നെ 0.67 F5 ASC എന്നുള്ള ടേം, ഓക്കെ, ASC എന്ന് പറയുന്ന ടേം ഫുള്ളായിട്ട് AGൻ്റെ ടേംസിലേക്ക് മാറി, P ഇൻറ്റു AG എന്നുള്ളതായി. ഓക്കെ, അപ്പോൾ ഇതിൽ അൺനോൺ ആയിട്ടുള്ള ടേം ഏത് മാത്രമേ ഉള്ളൂ?
എ ജി എന്ന് പറയുന്ന ടേം മാത്രമേ ഇക്വേഷനിൽ അൺനോൺ ആയിട്ടുള്ളൂ. നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ജി വാല്യൂ കിട്ടും. ഓക്കെ, കാൽക്കുലേറ്റ് എ ജി ആസ് ഓൾ അതർ ടേംസ് ആർ നോൺ. ഓക്കെ, ക്ലിയർ ആയോ? അതായത് എ സി ഇസ് ഈക്വൽ ടു നമ്മൾ എ ജി മൈനസ് എ എസ് സി എന്നുള്ള എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എ ജി എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് എ ജി ആണ്. അപ്പോൾ എ ജി മൈനസ് എ സി എന്നുള്ള ടേം നമുക്ക് പൂർണ്ണമായിട്ടും എ ജിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും. അതായത് എ സി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എ ജി, അതായത് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഇൻറ്റു എ ജി. ഓക്കെ, അതായത് ഇപ്പോൾ 1% ആണെങ്കിൽ 1/100 ഇൻറ്റു എ ജി ആണ് എ എസ് സി എന്ന് പറയുന്നത്. അതേപോലെ 0.615 എ സി എന്നുള്ളത് ആ പെർസെൻറ്റേജ് ഇൻറ്റു എ ജി. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എ ജി വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ സ്റ്റെപ്പ് 3 എ ജി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് ഗ്രോസ് ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, ആ കോളത്തിന് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഗ്രോസ് ഏരിയ. അപ്പോൾ ഇത്ര ഏരിയ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഈ ലോഡിനെ റെസിസ്റ്റ് ചെയ്തോളും, നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന പെർസെൻറ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട്. മനസ്സിലായോ? നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന പെർസെൻറ്റേജിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കിട്ടുക. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ 2% റീഇൻഫോഴ്സ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2% അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരിക്കും അവിടെ കിട്ടുക. ഇപ്പോൾ 3% ആണ് അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പം നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ അവിടെ കിട്ടും. അപ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ വളരെ കൂടുതലൊക്കെ വരുന്ന കേസാണെങ്കിൽ നമുക്കവിടെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം പെർസെൻറ്റേജ് കൂടുന്നതിനനുസരിച്ച് ക്രോസ് സെക്ഷണൽ ഏരിയയിൽ കുറവ് വരാം. ഓക്കെ, കാരണം ആ ടോട്ടൽ വരുന്ന ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അളവ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ക്രോസ് സെക്ഷനിൽ കുറയും. ഓക്കെ, റീഇൻഫോഴ്സ്മെൻറ്റ് കുറയുന്നതിനനുസരിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ അവിടെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സ്റ്റെപ്പ് 4 കാൽക്കുലേറ്റ് ഡയമെൻഷൻ ഓഫ് കോളം ആസ് ഫോളോസ്. ഇപ്പോൾ നമുക്ക് ഗ്രോസ് ഏരിയ കിട്ടി. ആ ഗ്രോസ് ഏരിയൻ്റെ അകത്ത് നിന്ന് നമ്മളോട് ഇപ്പോൾ ഏത് ടൈപ്പ് കോളമാണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് കോളമാണ്, ഇപ്പോൾ റെക്റ്റാങ്കുലർ ആണോ സ്ക്വയർ ആണോ സർക്കുലർ കോളാണോ വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് ഡയമെൻഷൻ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ സ്ക്വയർ കോൾ ആണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രോസ് ഏരിയ എ ജി ആണെങ്കിൽ, ഓക്കെ, ആ ഗ്രോസ് ഏരിയ എ ജി കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്വയറിൻ്റെ ഏരിയൻ്റെ ഇക്വേഷൻ എന്താ? സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സൈഡ് സ്ക്വയർ ആണ് അല്ലേ. ഇപ്പോൾ സൈഡ് ബി ആണെങ്കിൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ജി എന്നുള്ളതാണ്. അപ്പോൾ റൂട്ട് ഓഫ് എ ജി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ കോൾ ആണെങ്കിൽ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ റെക്റ്റാങ്കുലർ കോളാണെങ്കിൽ റെക്റ്റാങ്കുലറിൻ്റെ ഏരിയൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി ആണ്. ബി എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് ഡയമെൻഷൻ ആണെങ്കിൽ, ഡി എന്ന് പറയുന്നത് അതിൻ്റെ ലോങ് ഡയമെൻഷൻ ആണെങ്കിൽ, എ ജി എന്ന് പറയുന്നത് ബി ഇൻറ്റു ഡി ആണ്. ഓക്കെ, അപ്പോൾ ഒരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യാം, ഒരു ഡയമെൻഷൻ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പം ഒരു സൈഡ് നമുക്ക് ഇപ്പോൾ ഒരു ഗ്രോസ് ഏരിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് 300 എന്ന് അസ്യൂം ചെയ്താൽ അതിനനുസരിച്ചിട്ടുള്ള അനദർ ഡയമെൻഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ 350 അസ്യൂം ചെയ്താൽ അതിനനുസരിച്ചുള്ള ഡയമെൻഷൻ ആയിരിക്കും. 400 ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡയമെൻഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെ ഒരു സൈഡ് അസ്യൂം ചെയ്തിട്ട് അനദർ സൈഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെക്റ്റാങ്കുലർ കോളത്തിൻ്റെ ഡയമെൻഷനായി. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അസ്യൂം ചെയ്യണം. ഒന്ന് അസ്യൂം ചെയ്തിട്ട് അത് സ്ക്വയർ പോലെയാണ് വരുന്നതെങ്കിൽ ഓക്കെ, നമ്മൾ അതിനനുസരിച്ചിട്ട് കുറവോ ഒന്ന് കൂടുതലോ ഒക്കെ അസ്യൂം ചെയ്തിട്ട് അതിന് റെക്റ്റാങ്കുലർ ഡയമെൻഷനാക്കി മാറ്റുക. റെക്റ്റാങ്കുലർ കോളാണ് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ. ഇനി സർക്കുലർ കോളാണ് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? പൈ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആണ് അല്ലേ. അതായത് ഡയമീറ്റർ ആണ് ഡി, ക്യാപിറ്റൽ ഡി. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എ ജി എന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഡി വാല്യൂ കിട്ടും. അതായത് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള മിനിമം ഡയമീറ്റർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഡയമെൻഷൻസ് കോളത്തിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്ക്വയർ കോളാണെങ്കിൽ എ ജി ഈസ് ഈക്വൽ ടു സൈഡ് സ്ക്വയർ അല്ലേ. റെക്റ്റാങ്കുലർ കോളാണെങ്കിൽ ഒരു സൈഡ് അസ്യൂം ചെയ്യുക, ഒരു സൈഡ് അസ്യൂം ചെയ്തിട്ട് അനദർ സൈഡ് നമുക്ക് എ ജി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ബി അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ബിയോ ഡിയോ ഏതെങ്കിലും ഒന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ അനദർ ഡയമെൻഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സർക്കുലർ കോളാണെങ്കിൽ ഗ്രോസ് ഏരിയ ഈസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 4. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് ഡയമീറ്റർ ആ കോളത്തിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ആ കോളത്തിൻ്റെ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്കവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റും ലാറ്ററൽ ടൈസുമാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സ്റ്റെപ്പ് 5 പ്രൊവൈഡ് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എ എസ് സി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പെർസെൻറ്റേജ് അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് 0.8ൻ്റെയും 0.8ൽ കുറയാതെയും 4ൽ കൂടാതെയും ഉള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഫസ്റ്റ് തന്നെ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനനുസരിച്ചിട്ടുള്ള എ ജി വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, റിക്വയർഡ് ആയിട്ടുള്ള എ ജി വാല്യൂ അല്ലേ. അപ്പം ആ കിട്ടിയിട്ടുള്ള എ ജി വാല്യൂവിൻ്റെ
നമ്മൾ എത്രയാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്, ആ അസ്യൂം ചെയ്ത പെർസെൻറ്റേജ് ഓക്കെ ഇൻറ്റു ഏജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ സി കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് 1 lakh ആണ് ഏജ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, എക്സാമ്പിളാണ്, ഏജ് കിട്ടിയ 1 lakh ആണെങ്കിൽ അപ്പം ആ ഏജിൻ്റെ നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിട്ടുള്ള ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ASC എന്ന് പറയുന്നത് 1% ആണ് അസ്യൂം ചെയ്തിട്ടുള്ളതെങ്കിൽ ഓക്കെ. അപ്പോൾ 1/100 ഇൻറ്റു 1 lakh അതായിരിക്കും നമ്മുടെ ASC വാല്യൂ വരുന്നത്. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ASC വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്യുക. അതിനനുസരിച്ച് എത്ര നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ASC അതായത് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിനനുസരിച്ച് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഡിസൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. അതായത് റിക്വയർഡ് ആയിട്ടുള്ള AG വാല്യൂ ഉണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള തന്നെ കൊടുക്കണമെന്നില്ല. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സൈസ് ഇപ്പം റൗണ്ട് ചെയ്തിട്ട് 400 ആക്കിയിട്ടുണ്ടെങ്കിൽ 400/400 അതായത് 400 ഇൻറ്റു 400 ചെയ്തിട്ട് അതിൻ്റെ 1% എടുക്കണമെന്നില്ല. റിക്വയർഡ് ആയിട്ടുള്ള ഏജിൻ്റെ എടുത്താൽ മതി. ഇനി 400 ഇൻറ്റു 400 ചെയ്തിട്ട് അതിൻ്റെ 1% എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം എന്തായാലും സേഫ് ആവുകയുള്ളൂ. അതായത് ശരിക്കും അവിടെ റിക്വയർഡ് ഏജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് തന്നെ എടുത്താൽ മതി എന്നുള്ളതാണ് കോഡ് പറയുന്നത്. ഓക്കെ, അതായത് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻക്രീസ് ചെയ്തിട്ടുള്ള ആ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ആക്ച്വൽ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് നമ്മൾ ASC പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. റിക്വയർഡ് ആയിട്ടുള്ള ഏജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASC പ്രൊവൈഡ് ചെയ്താൽ മതി എന്ന് കോഡ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ഏതെടുത്താലും കുഴപ്പമില്ല. എന്തായാലും ഇപ്പം ആക്ച്വൽ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ASC വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അവിടെ സേഫ് ആവുകയേ ഉള്ളൂ. ഓക്കെ, ഇനി സ്റ്റെപ്പ് 6 ഡിസൈൻ ലാറ്ററൽ ടൈസ് ആസ് പെർ IS സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ ലാറ്ററൽ ടൈസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് സ്ക്വയറോ റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ സർക്കുലറോ ആയിട്ടുള്ള ടൈസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്പെസിഫിക്കേഷൻ കോഡിൽ പറയുന്നത് പോലെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഹെലിക്കൽ അല്ലെങ്കിൽ സ്പെറിക്കൽ ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ചുറ്റും പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ ടൈസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്പെസിഫിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഡ് പറയുന്നത് അനുസരിച്ചിട്ട് അതിൻ്റെ ഡയമീറ്ററും അതിൻ്റെ സ്പേസിങ്ങും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഹെലിക്കലാണെങ്കിൽ അതിൻ്റെ പിച്ചും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നോട്ട് if the length of column is given, then calculate effective length on the basis of n condition, then check for slenderness ratio and minimum eccentricity. ഇപ്പോൾ ലെങ്ത് ഓഫ് കോളം തന്നിട്ടുണ്ടെങ്കിൽ, അതായത് അൺസപ്പോർട്ടഡ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, എഫക്റ്റീവ് ലെങ്ത് അനക്സ് ഈ പ്രകാരം നമുക്ക് n കണ്ടീഷൻസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം സ്ലെൻഡർനെസ് റേഷ്യോൻ്റെ കേസും അതുപോലെ തന്നെ എക്സെൻട്രിസിറ്റീൻ്റെ കേസും ചെക്ക് ചെയ്യണം. മിനിമം എക്സെൻട്രിസിറ്റിയും ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ സ്ലെൻഡർനെസ് റേഷ്യോയും ചെക്ക് ചെയ്യണം. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ ചെക്ക് ചെയ്യുമ്പോൾ അത് ഷോർട്ട് കോൾ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക ചെയ്യുന്നത്. ഓക്കെ, അതായത് L effective ഡിവൈഡഡ് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ <12 ആണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ്, ഉറപ്പ് വരുത്തുകയാണ്. ഓക്കെ, ഷോർട്ട് കോളം ചെയ്യുമ്പോൾ <12 ആയിരിക്കും വരും, അത് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത്. മിനിമം എക്സെൻട്രിസിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, മിനിമം എക്സെൻട്രിസിറ്റി L ഡിവൈഡഡ് ബൈ 500 പ്ലസ് ലാറ്ററൽ ഡയമെൻഷൻ ഡിവൈഡ് ബൈ 30 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് മിനിമം എക്സെൻട്രിസിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം എത്രയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ലെങ്ത് ഓഫ് ദ കോളം തന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ചെയ്യണ്ടൂ, ഇല്ലെങ്കിൽ അത് ചെയ്യണമെന്നില്ല, ആ സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. ഓക്കെ.